നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 3 ആണ്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ബ്ലോക്ക് 1ഉം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തു. ബ്ലോക്ക് 2-ലെ 1ഉം 2ഉം യൂണിറ്റുകൾ കവർ ചെയ്തു. ഈ ഒരു യൂണിറ്റിൽ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 3 ആണ്. യൂണിറ്റിന്റെ പേര് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ്. ഓക്കെ, അപ്പം സോഷ്യൽ ജസ്റ്റിസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. അപ്പം നമ്മൾ വളരെ വേഗം തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം നമ്മളുടെ എക്സാംസ് ഒക്കെ ഓൾറെഡി ഡേറ്റ്സ് എല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ മറ്റ് ക്ലാസ്സുകളും ഒക്കെ അതിൽ ആഡ് ചെയ്യണം എന്നുണ്ട്. ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിന് മുന്നോടിയായി തന്നെ എളുപ്പം വളരെ പെട്ടെന്ന് തന്നെ ക്ലാസ്സുകളെല്ലാം എടുത്തു പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ക്ലാസ് എത്രയും പെട്ടെന്ന് എടുക്കാം. കാരണം എക്സാംസിൻ്റെയും ഒക്കെ ആ ഒരു ടൈം ടേബിളും കൂടി ബേസ് ചെയ്തിട്ട് വേണമല്ലോ നമ്മൾ എടുക്കാൻ. അപ്പം അത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലാസ്സസ് നമുക്ക് എടുക്കാം. സോഷ്യൽ ജസ്റ്റിസ് ഈ ഒരു ഒട്ടുമിക്ക എല്ലാ ഒരു എന്താ പറയുക, നമുക്ക് അറിയുന്ന ഒരു ടേം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതിലേക്ക് എടുത്തു പോവുകയാണ്. ഓക്കെ, അപ്പം എന്തായാലും സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ആ ഒരു യൂണിറ്റിൽ വരുന്ന ആദ്യത്തെ കാര്യം എന്ന് നോക്കാം. പ്രധാനമായിട്ട് ആദ്യം തന്നെ സോഷ്യൽ ജസ്റ്റിസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം, അല്ലേ? അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് എന്താണ് എന്നുള്ളത് ഒന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അത് മെയിൻ ചെയ്യുന്നത് നമ്മളെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും ന്യായമായ രീതിയിലുള്ള അവസരങ്ങളും ഒരു ഡിഗ്നിറ്റിയും ഒക്കെ ഉറപ്പാക്കുന്നതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അവരുടെ ഒരു ഡിഗ്നിറ്റിയും എല്ലാം ഒരാളെയും വിട്ടുകൂടാതെ എല്ലാവർക്കും ഒരുപോലെയുള്ള രീതിയിലുള്ള ന്യായമായ അവസരങ്ങളും ഡിഗ്നിറ്റിയും ഒക്കെ ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങളുണ്ട്, അല്ലെ? അവിടെ അതുപോലെ തന്നെ ദളിത് ആൾക്കാർ, അല്ലെ? ആ പിന്നോക്ക വിഭാഗം, അതുപോലെ തന്നെ ദളിത് ആൾക്കാർ, അതുപോലെ തന്നെ വുമൺസ്, ഇവർക്കൊക്കെ നമ്മൾ സമത്വം നൽകുക എന്നതാണ് ലക്ഷ്യം. ആരെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. എല്ലാവർക്കും ഈക്വലായിട്ടുള്ള സമത്വം നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഈക്വലായിട്ട് ആക്സസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ്, അതിപ്പോൾ റിച്ച് ആവട്ടെ പുവർ ആവട്ടെ എല്ലാവർക്കും അത് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വുമൻസിന് ഈക്വൽ പേ കൊടുക്കണം, ഈക്വൽ വർക്കിന് ഈക്വൽ പേ കൊടുക്കണം എന്നുള്ള ആ ഒരു സോഷ്യൽ ജസ്റ്റിസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇനി നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഇൻ കേരള എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് പോവാം. സോഷ്യൽ ജസ്റ്റിസ് ഇൻ കേരള എന്ന് പറയുന്നതിൽ അതിൽ ഡെവലപ്മെന്റും റിയാലിറ്റിയും എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് പോകുന്നത്. അപ്പൊ നമ്മള് കേരളത്തില് സോഷ്യലി നമ്മൾ ഡെവലപ്ഡ് ആണ്, അല്ലെ? പല കാര്യങ്ങളും നമ്മൾ മറ്റ് കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ് നമ്മൾ വളരെ സോഷ്യൽ ഡെവലപ്ഡ് ആണെങ്കിൽ കൂടെ നമ്മുടെ കേരളത്തിലും ഒരു സാമൂഹിക അനീതികൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? പല പ്രശ്നങ്ങളും അത്രയും ഇല്ലെങ്കിലും മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് അത്രയും ഇല്ലെങ്കിൽ കൂടെ നമ്മുടെ എവിടെയും സാമൂഹിക അനീതികൾ ഒരുപാട് കാണുന്നുണ്ട്. സോ നമ്മൾ ഇപ്പോൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻസും ഹെൽത്ത് കെയറും ലിറ്ററസിയും ഒക്കെ നമുക്കുണ്ട്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ മെനി ഇൻജസ്റ്റിസസ് എക്സിസ്റ്റ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മേജർ ഇഷ്യൂസ് പറയുകയാണെങ്കിൽ ഡൗറി എന്നുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇപ്പം നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അത് ബേസ് ചെയ്തിട്ട് ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യും. അത് അവർക്ക് എന്താ പറയുക, ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ സൂയിസൈഡ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ഡയറി സിസ്റ്റം. അതുപോലെ തന്നെ ഒരു ജാതി മത ഒരു എന്താ പറയുക ദുരഭിമാന കൊല എന്നുള്ളത് ജാതി ബേസ് ചെയ്തിട്ടൊക്കെയുള്ളതാണ്. ജാതി മത വിവാഹത്തിലൊക്കെ വരുമ്പോൾ വ്യത്യാസത്തിൽ വിവാഹം ചെയ്ത് കഴിയുമ്പോൾ അത് ദുരഭിമാന കൊലയിലേക്ക് പോകുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ട്. അതൊക്കെ അതുപോലെ തന്നെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, ദളിത് വിഭാഗം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഇത് ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെ? അതുപോലെ നമ്മൾ ഇന്റർകാസ്റ്റ് മാരേജിൽ അതൊരു ഫാമിലി വയലൻസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഡൗറി സിസ്റ്റം നമുക്കൊരു ബുദ്ധിമുട്ട് സൂയിസൈഡിലേക്കൊക്കെ പോകുന്നു എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ കേരളത്തിൽ ഒരു സോഷ്യലി ഡെവലപ്ഡ് ആണെങ്കിൽ കൂടെ നമ്മൾ ഈ തരത്തിലുള്ള ചൂഷണങ്ങളെല്ലാം ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. നമ്മളൊരു കീ പോയിന്റ് ആയിട്ട് പറയാനാണെങ്കിൽ നമ്മൾ ഡെവലപ്മെന്റും ജസ്റ്റിസും എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് ബന്ധമുണ്ട്, അല്ലെ? ഡെവലപ്മെന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അവിടെ ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ ജസ്റ്റിസ് പരമായിട്ടാണ് എല്ലാം പോകുന്നത് എന്നില്ല. അവിടെയും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി തിയറീസ് ഓഫ് ജസ്റ്റിസ്, ഒരുപാട് തിയറീസ് ഉണ്ട് ജസ്റ്റിസ് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ തിയറി റോൾസ് തിയറി. ജസ്റ്റിസ് ആസ് ഫെയർനെസ് എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. അതിൽ
ജോൺ റോൾസ് ആണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഏത് ജാതിയിലോ കുടുംബത്തിലോ ജനിക്കുമെന്നൊന്നും നമുക്കറിയില്ല അല്ലെ, നമ്മൾ ഏതിലേക്കാണ് വരുന്നതെന്നൊന്നും അറിയില്ല. പക്ഷെ അതിലൊരു റൂൾസ് ഉണ്ടാക്കിയാൽ അത് ന്യായമായിരിക്കണം, ന്യായമായിട്ട് ആ സൊസൈറ്റിയിൽ ആയിരിക്കണം. അതായത് നമ്മളൊരു പുവർ ആണോ റിച്ച് ആണോ എന്നൊന്നും നമുക്കറിയില്ല, ഏത് ഇതിലേക്കാണ് നമ്മൾ ജനിക്കുന്നത്, അത് കാസ്റ്റ് ഏതാണെന്നോ ഒന്നും നമുക്ക് അറിയില്ല, ജെൻഡർ ഏതാണെന്നോ. അപ്പൊ സൊസൈറ്റി ഷുഡ് ബി ഡിസൈൻഡ് ആസ് ഇഫ് യു ഡോണ്ട് നോ അവർ പൊസിഷൻ. അപ്പൊ അത് ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ സൊസൈറ്റി ഉണ്ടാവുന്നത്, അത് ന്യായമായ രീതിയിലുള്ളതായിരിക്കണം സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത് എന്ന്. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ റിച്ച് ആണോ പുവർ ആണോ എന്നൊന്നല്ല, എല്ലാവർക്കും റിച്ച് ആണെങ്കിലും പുവർ ആണെങ്കിലും എല്ലാവർക്കും ഒരു ഫ്രീ എഡ്യൂക്കേഷൻ, നമ്മുടെ സൊസൈറ്റി ഉള്ളത് പോലെ ഹെൽത്ത് കെയറും ഫ്രീ എഡ്യൂക്കേഷനും ഒക്കെ എല്ലാവർക്കും കിട്ടണം എന്നുള്ളത്. നമ്മൾ പുവർ ആവട്ടെ പിന്നെ റിച്ച് ആവട്ടെ, നമ്മൾ ഏത് ജെൻഡർ ആവട്ടെ, അതൊന്നും നമ്മളിവിടെ ഒരു പ്രശ്നമേ അല്ല. നമുക്ക് കിട്ടേണ്ടത്, നമ്മുടെ സൊസൈറ്റിയിൽ കിട്ടേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈക്വലി കിട്ടണം എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. സോ അതാണ് ഫസ്റ്റ് തിയറി, റോൾസ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പറയുന്ന ജോൺ റോൾസ് ആണ് ഈ കാര്യം പറയുന്നത്. പുവർ ആവട്ടെ റിച്ച് ആവട്ടെ, നമുക്ക് എല്ലാവർക്കും സൊസൈറ്റിയിൽ ഈ കാര്യങ്ങളെല്ലാം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മളെ സൊസൈറ്റി ഉണ്ടാവുന്നത്, ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി രണ്ടാമത്തെ തിയറി സെന്റ് ന്യൂസ്ബെൻ ക്യാപ്പബിലിറ്റി അപ്രോച്ച് എന്നുള്ളതാണ്. ഈ തിയറിയിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ് നമ്മൾ ആക്ച്വലി ഒരു എന്താ പറയാ, ഇപ്പോൾ നമ്മൾ ഒരു എന്താവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അതായത് കാപ്പബിലിറ്റി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ വരുമാനം നോക്കിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലേ, പക്ഷെ വരുമാനം മാത്രം നോക്കാതെ ജീവിക്കാൻ ആവശ്യമായ കഴിവുകൾ നമുക്കുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, വരുമാനം നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ക്യാപ്പബിലിറ്റീസ് പറയുകയാണെങ്കിൽ, നമ്മളെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഫ്രീഡം, ഡിഗ്നിറ്റി, ഇതൊക്കെ നമ്മുടെ ഒരു ക്യാപ്പബിലിറ്റി ആയിട്ട് പറയാം. അപ്പൊ ഈ ക്യാപ്പബിലിറ്റിയിൽ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഡിസേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് വിചാരിക്കുക. അയാൾക്ക് ഒരുപാട് ക്യാഷ് ഉണ്ട്, അയാൾക്ക് പൈസ എന്നുള്ളൊരു പ്രശ്നമല്ല, പക്ഷെ അതിലൊരു ആക്സസ് ഇല്ല അല്ലെ. ബട്ട് ഒരു ആക്സസ് കിട്ടുക എന്ന് വെച്ചാൽ ഒരു ഇൻജസ്റ്റിസ് ആണ്. പല കാര്യത്തിലും അദ്ദേഹത്തിന് ആക്സസ് കിട്ടാതെ പോകുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ വരുമാനം ഉണ്ട്, പക്ഷെ ആക്സസ് കിട്ടാത്ത കുറെ സാഹചര്യങ്ങളുണ്ട്. അതായത് ഇൻജസ്റ്റിസ് ആയിട്ടുള്ള, ചിലർക്ക് എഡ്യൂക്കേഷൻ അദ്ദേഹം ആഗ്രഹിക്കുന്നിടത്തോളം എഡ്യൂക്കേഷനായി അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാവില്ല. അതുപോലെ അതൊക്കെ ഒരു എന്താ പറയാ, അദ്ദേഹത്തിന് അത് അവിടെ കിട്ടാതെ പോകണം. ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ കൂടെ അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ അത് എഡ്യൂക്കേഷൻ ആണെങ്കിലും അദ്ദേഹത്തിനൊരു പിന്നെ ഇത് കിട്ടാതിരിക്കുന്നത് ഇൻജസ്റ്റിസ് ആയിട്ടും, ജസ്റ്റിസ് പരമായിട്ട് എങ്ങനെയാണ് വേണ്ടത്, അദ്ദേഹത്തിന് വേണ്ട എഡ്യൂക്കേഷൻ കാര്യങ്ങൾ, ഹെൽത്ത് വൈസ് അദ്ദേഹത്തിന്, അതുപോലെ തന്നെ ഫ്രീഡം, ഇതെല്ലാം ലഭിക്കുമ്പോഴാണ് ഒരു റിയൽ ജസ്റ്റിസ് വരിക. അല്ലാത്ത പക്ഷം ക്യാഷ് ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു ഇൻജസ്റ്റിസ് ആണ്. അപ്പം ഒരാളുടെ ക്യാപ്പബിലിറ്റി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ആ ക്യാപ്പബിലിറ്റി ഒക്കെ കറക്റ്റ് ആയിട്ട് അവർക്ക് എത്തിച്ചേരണം. അല്ലെങ്കിൽ വരുമാനം വരുമാനം മാത്രം നോക്കാതെ ജീവിക്കാൻ കഴിവുള്ള ആവശ്യമായ കുറച്ച് കഴിവുകളുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അതാണ് പിന്നെ ഒരു ക്യാപ്പബിലിറ്റി അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊന്നാണ് ഡിസ്ട്രിബ്യൂഷൻ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവണം നമ്മുടെ റിസോഴ്സസ് എല്ലാം. അതായത് ഇപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ ആണെങ്കിലും ജോബ്സ് ആണെങ്കിലും ഹെൽത്ത് കെയർ ആണെങ്കിലും ഇതെല്ലാം നമ്മൾ ഈക്വലി ആയിരിക്കണം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കുറച്ച് പേർക്ക് മാത്രം കുറച്ച് കിട്ടുന്നു അങ്ങനെയല്ല, ഈക്വലി എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങൾ, നമ്മുടെ ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും ജോബ്സും ഇൻകമും ഒക്കെ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ സൊസൈറ്റിയിൽ ഇതെല്ലാം ഈക്വൽ ആയിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂഷൻ ജസ്റ്റിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ജസ്റ്റിസിന്റെ ആ ഒരു പല ടൈപ്പുകൾ പറഞ്ഞതിലാണ് ഡിസ്ട്രിബ്യൂട്ട് ജസ്റ്റിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊന്ന്, അതായത് നമ്മൾ ഈക്വലി നമ്മുടെ റിസോഴ്സസ് എല്ലാം പങ്കിടണം എന്നുള്ളതാണ്. അതായത് ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സെയിം എല്ലാ കാര്യങ്ങളും കിട്ടണം. അതുപോലെ നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർക്ക്, മോർ ദോസ് ഹു നീഡ് മോർ, അതെങ്ങനെയുള്ളത് മെറിറ്റ് ബേസ് ചെയ്തിട്ട്, പല കാര്യങ്ങളും മെറിറ്റ് ബേസ് ചെയ്തിട്ടല്ല അല്ലെ, അവരുടെ എബിലിറ്റിയും അവരുടെ എഫേർട്ടും ബേസ് ചെയ്തിട്ടുള്ളതാണ് മെറിറ്റ് ബേസസ് എന്ന് പറയും. അങ്ങനെ തന്നെ വരണം. ഓക്കെ, അതാണ് ആ ഒരു എന്താ പറയാ ഒരു ഡിസ്ട്രിബ്യൂട്ട് ജസ്റ്റിസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊന്നാണ് സോഷ്യൽ പോളിസി ആൻഡ് ജസ്റ്റിസ് എന്നുള്ളൊരു ടോപ്പിക്. ഇതിൽ പറയുകയാണെങ്കിൽ സോഷ്യൽ പോളിസി വെച്ചാൽ ഗവൺമെന്റ് കുറച്ച് എൻഷുർ ചെയ്യുന്ന കുറച്ച് വെൽഫെയർ കാര്യങ്ങളുണ്ട് നമ്മുടെ എല്ലാ ഗവൺമെന്റ്സും. അതിലൊന്നാണ് ഡിഗ്നിറ്റി ഉണ്ടാവുക, അതുപോലെ തന്നെ ഇൻക്ലൂഷൻസ്, അതുപോലെ ഫെയർനെസ് ആയിട്ടുള്ള ന്യായമായിട്ടുള്ള കാര്യങ്ങളെല്ലാം.
അപ്പൊ നമ്മുടെ പല കാര്യങ്ങളും ഫ്രീ ഹെൽത്ത് കെയർ അതൊക്കെ നമ്മുടെ ഈ ഒരു സോഷ്യൽ പോളിസി പ്രകാരമുള്ള കാര്യമാണ്. എല്ലാവർക്കും ഫ്രീ ഹെൽത്ത് കെയർ ആയിട്ടുള്ള സ്കീംസ്, അതുപോലെ ഓൾഡ് ഏജ് പെൻഷൻ കിട്ടുന്നത്, വാർദ്ധക്യത്തിലുള്ള പെൻഷൻ കിട്ടുന്നതൊക്കെ അതൊക്കെ നമ്മുടെ ഒരു സോഷ്യൽ പോളിസി ഗവൺമെന്റ് തന്നെ എടുക്കുന്ന കുറച്ച് വെൽഫെയർ കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് സോഷ്യൽ പോളിസി എല്ലാവർക്കും കിട്ടണം, ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പോളിസി ബേസ് ചെയ്തിട്ട് എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അത് കിട്ടേണ്ട ആൾക്ക് തന്നെ കിട്ടുക എന്നുള്ളതാണ്. ചാരിറ്റി ബേസ്ഡ് ആണെങ്കിലും ഇപ്പം എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കിട്ടണ്ടല്ല, അങ്ങനെയുള്ള കിട്ടേണ്ട വിഭാഗക്കാർക്ക് അത് കിട്ടണം. അതുപോലെ പെൻഷൻ, ഓൾഡ് ഏജ് പെൻഷൻസ് ഒക്കെ അതത്തെ ആൾക്കാർക്ക് കിട്ടുക എന്നുള്ളതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് സോഷ്യൽ പോളിസി ആൻഡ് ജസ്റ്റിസ് എന്നുള്ളതിന് അർത്ഥമാണ്. ഇനി നമുക്ക് കുറച്ച് കേസ് സ്റ്റഡീസ് ഒന്ന് നോക്കാം. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേസ് സ്റ്റഡീസ് പറയുന്നത്. അതിൽ ജസ്റ്റിസ് പോളിസി ഇൻ പ്രാക്ടീസ് എന്നുള്ളതാണ്, അതായത് ഇതിന്റെ പ്രായോഗിക ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് ഇന്ത്യൻ റിസർവേഷൻസ്. നമുക്കറിയാം അതായതാണ് ഇന്ത്യയിൽ ഒരു SC ST OBC കമ്മ്യൂണിറ്റീസിനൊക്കെ എഡ്യൂക്കേഷൻസും ഗവൺമെന്റ് ജോബിനൊക്കെ ആ ഒരു റിസർവേഷൻ പോളിസീസ് കൊടുക്കാറുണ്ട്. അപ്പൊ അത് റിസർവേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രപരമായി പല അനീതി അനുഭവിച്ച വിഭാഗക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള അവസരങ്ങൾ നൽകുന്ന സംവിധാനത്തിനാണ് റിസർവേഷൻ എന്ന് പറയുക. ഹിസ്റ്റോറിക്കലി പല ബുദ്ധിമുട്ടുകളൊക്കെ ആ സമയത്ത് അനീതി അനുഭവിച്ചവർക്ക് ആ വിഭാഗക്കാർക്കുള്ള ഒരു പ്രത്യേക അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ എന്തുകൊണ്ടാണ് റിസർവേഷൻ കൊടുക്കുന്നത്, അതിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മളിപ്പം ജാതി വ്യവസ്ഥ പ്രകാരം നമ്മളെ പിന്നോക്കം നിൽക്കുന്ന കുറച്ച് സമൂഹങ്ങളുണ്ട് അല്ലെ, അവർക്ക് വിദ്യാഭ്യാസത്തിനും തൊഴില് അതുപോലെ തന്നെ ഓരോന്നിലേക്കൊരു നമ്മൾ അവസരങ്ങൾ നൽകുന്നതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതില് ഇന്ത്യയില് നമ്മളുടെ ഒരു മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ഉണ്ട്. ആ ഗ്യാരണ്ടി ആക്ടില് 100 days ഓഫ് വേജ് എംപ്ലോയ്മെന്റ് ടു റൂറൽ ഹൗസ് ഹോൾഡ്, അതായത് ഇത് ഗ്രാമീണ ജനങ്ങൾക്കുള്ളതാണ്. ജോലി ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു വർക്ക് എന്നുള്ളത് ഉറപ്പാക്കുക. അപ്പൊ റിസർവേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. റിസർവേഷൻ പോളിസി ഇന്ത്യൻ റിസർവേഷൻ പോളിസി ഈ ഒരു SC ST OBC വിഭാഗക്കാർക്കുണ്ട്. അവർക്ക് കാസ്റ്റ് ബേസ്ഡ് ഇൻഇക്വാലിറ്റി കുറയ്ക്കാനും സോഷ്യൽ ഇൻക്ലൂഷൻസും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിസർവേഷൻ സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളതാണ്. മറ്റൊന്നാണ് ഇന്ത്യയിലുള്ള മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. ഇത് പ്രകാരം 100 days ഓഫ് വേജ് എംപ്ലോയ്മെന്റ് ടു റൂറൽ ഹൗസ് ഹോൾഡ്, ജോലി ചെയ്യാനുള്ള അവകാശം എന്നുള്ളത്. ഇതിൽ ഒരു മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ലീഗൽ ഗ്യാരണ്ടി ഓഫ് എംപ്ലോയ്മെന്റ് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നു. ഈക്വൽ വേജസ് ഫോർ മെൻ ആൻഡ് വുമൺ, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള വേജസ് ആണ്. നമ്മുടെ ബാങ്ക് ത്രൂ ആണ് അവരുടെ പേയ്മെന്റ് വരുന്നത്, അതായത് നമ്മുടെ അവർക്കുള്ള വേജസ് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൂറൽ ലേബർ ഗെറ്റ് വർക്ക്, നമ്മുടെ ഓഫ് സീസണിലൊക്കെ നമുക്കിപ്പോൾ വർക്ക് ഇല്ലാതിരിക്കുമ്പോഴൊക്കെ അവർക്ക് എന്താ പറയുക, അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, പലയിടങ്ങളിലുണ്ട്. അപ്പൊ അതൊരു അതിനൊരു ഉദാഹരണമായിട്ട് പറയാം. ഓക്കെ, അതിലൊരു ജസ്റ്റിസ് ആസ്പെക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ചാരിറ്റി ഒന്നുമില്ല, പക്ഷെ അതൊരു ഡിഗ്നിഫൈഡ് വർക്കാണ്. നമ്മളൊരു സോഷ്യൽ ജസ്റ്റിസ് ആണ് അവിടെ കൊടുക്കുന്നത്. നമ്മൾ അവർ ചെയ്യുന്ന ജോലിക്കുള്ള കൃത്യമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള വേജസ് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മളിപ്പോഴും ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത് അല്ലെ. ഇനി ഒന്നുണ്ട്, ഗ്ലോബൽ എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ബോൾസ ഫാമിലൈസ് അങ്ങനെ ഒരു കണ്ടീഷൻ കാസ്റ്റ് ട്രാൻസ്ഫർ പ്രോഗ്രാം ഇൻ ബ്രസീലില് ബോൾസ ഫാമിലിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ദരിദ്ര കുടുംബങ്ങൾക്ക് അവരെന്താ പറയാ സർക്കാർ പണം നൽകുന്നു. പക്ഷെ ചില നിബന്ധനകൾ അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിൽഡ്രൻ മസ്റ്റ് അറ്റൻഡ് സ്കൂൾ, വെറുതെ അവർ കൊടുക്കില്ല, കുട്ടികൾ സ്കൂളിൽ പോയിരിക്കണം. അതുപോലെ തന്നെ വാക്സിനേഷൻ, കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ വാക്സിനേഷൻസ് നിർബന്ധമായും എടുത്തിരിക്കണം. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവിടെ പോവർട്ടി കുറയും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കിട്ടുന്ന കൂടെ തന്നെ കുട്ടികളുടെ ആരോഗ്യവും അവിടെ കൂടുന്നു എന്നുള്ളതാണ്, ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു ബ്രസീലിലെ ഈ ഒരു ഗ്ലോബൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ബ്രസീലിലെ ഈ ഒരു അവിടുത്തെ സർക്കാരിന്റെ അവര് നിബന്ധനകളോട് കൂടി ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി, ആ ഒരു ദരിദ്ര കുടുംബങ്ങൾക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണിത്. അപ്പം അവിടെ ഒരു പോവർട്ടി ഉണ്ടെങ്കിൽ കൂടെ അത്
പ്രോവർട്ടി അവിടെ കുറയ്ക്കുകയാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹെൽത്ത് കൂടി, ആ നാട്ടിലെ ഹെൽത്തും കൂടി കൊടുക്കുന്നു. അത് ഈക്വലായിട്ട് വരുന്നതിനാണ് സോഷ്യൽ ജസ്റ്റിസ് ആണ് അവിടെ ഇതൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്, അവിടുത്തെ ജനങ്ങളിൽ നിൽക്കുന്നത്. ഇനി മറ്റൊരു കേസ് സ്റ്റഡി പറയുകയാണെങ്കിൽ ചാലഞ്ചസ് ടു സോഷ്യൽ ജസ്റ്റിസ്. ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്, മറ്റൊരു ടോപ്പിക്കാണ്. ഒരുപാട് സോഷ്യൽ ജസ്റ്റിസിന് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് അല്ലെ, ഒരുപാട് വെല്ലുവിളികൾ. ഇവൻ വിത്ത് നല്ല പോളിസീസ് ആണെങ്കിലും അതിനെ കുറച്ച് അച്ചീവ് ചെയ്യാൻ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മേജർ ചാലഞ്ചസ് എന്തൊക്കെയാണ്? എലൈറ്റ് റെസിസ്റ്റൻസ്, അതായത് നമുക്ക് കുറെ പവർഫുൾ ആയിട്ടുള്ള കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ അധികാരം നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയം കൊണ്ട് അവർ നമ്മളായി ചെയ്യുന്ന സോഷ്യൽ ജസ്റ്റിസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, അവര് പരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരെ എതിർക്കും. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവര് പോളിസീസിനൊക്കെ എതിർക്കുന്ന ഒരു വിഭാഗമാണ്. മറ്റൊന്നാണ് കൾച്ചറൽ പ്രെജുഡീസ്, അതായത് നമ്മുടെ സമൂഹത്തിലുള്ള വിശ്വാസങ്ങളോ ആചാരങ്ങളോ ഒക്കെ അത് നീതിക്ക് ചിലപ്പോൾ തടസ്സമാകും എന്നുള്ളത് സോഷ്യൽ ജസ്റ്റിസിനൊരു ചാലഞ്ചസ് ആണ്. മറ്റൊന്ന് ലാക്ക് ഓഫ് റിസോഴ്സസ്, നമുക്ക് റിസോഴ്സസിന് കുറച്ച് ലഭിക്കാനുള്ളത്, അതായത് ഇൻസഫിഷ്യൻസ് ഫണ്ടില്ലായ്മ വരുന്നുണ്ട്. പിന്നെ അതൊക്കെ നമുക്ക് ഇതിനൊരു വെല്ലുവിളിയാണ്. നമ്മൾ ജസ്റ്റിസ് പൂർണ്ണമായി നമുക്ക് കൊടുക്കണമെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞ ഫ്രീ ഹെൽത്ത് കെയർ, ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം, അതിന് ഫണ്ട് ആവശ്യമാണ്. അപ്പൊ അതില്ലാതെ വരുന്നു എന്നുള്ളത് മറ്റൊരു ചാലഞ്ചസ് ആണ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ബാരിയേഴ്സ് കറപ്ഷൻ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ബാരിയേഴ്സ് കറപ്ഷൻ, ഡിലേ ഇൻ ഇംപ്ലിമെന്റേഷൻ, അതായത് നമ്മുടെ ഇടനിലക്കാർക്ക് പണം, ഇടനിലക്കാരുണ്ടാവും നമുക്കിത് എത്തിക്കാൻ വേണ്ടിയിട്ട്. അത് ശരിയായിട്ടുള്ള കൈകളിൽ എത്തുന്നതിന് മുമ്പ് അതിൽ നിന്ന് ഇടനിലക്കാര് അവർക്ക് വേണ്ട ആവശ്യങ്ങൾക്കുള്ള പൈസ എടുക്കുന്നു, അത് കിട്ടേണ്ട അർഹതപ്പെട്ടവർക്ക് കിട്ടാതിരിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അത് യഥാർത്ഥ കൈകളിൽ അവകാശപ്പെട്ടവർക്ക് കിട്ടാതിരിക്കുന്നത് മറ്റൊരു വലിയൊരു ചാലഞ്ചാണ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് ബാരിയേഴ്സിൽ വരുന്നതാണ് അത് പദ്ധതിയുടെ ആ ഒരു ആരെയാണോ അത് ഇപ്പം പാവപ്പെട്ട ആൾക്കാരെയാണ് അല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ, പക്ഷെ അത് അവരുടെ ഇടയ്ക്കുള്ള ആ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് അതിന്റെ ഫണ്ട് പോകുന്നത് എന്നുള്ളതൊരു മറ്റൊരു ചലഞ്ചാണ്. മറ്റൊന്ന് സ്ട്രാറ്റജീസ് ഫോർ അച്ചീവിംഗ് സോഷ്യൽ ജസ്റ്റിസ്. നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് നേടാനുള്ള മാർഗങ്ങൾ എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് ആണ് റെക്കഗ്നൈസേഷൻ. അത് നമ്മളുടെ മനസ്സിലാക്കാൻ, നമ്മളുടെ നാട്ടിൽ അനീതി ഉണ്ടെന്ന് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, നമുക്കുണ്ട്, നമുക്കറിയാം, പക്ഷെ നമ്മളത് മനസ്സിലാക്കി അത് നമ്മൾ അംഗീകരിക്കുക. മറ്റൊന്നാണ് റിപ്രസെന്റേഷൻ, അതായത് നമുക്ക് പിന്നോക്ക വിഭാഗക്കാർക്ക് രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും അവർക്കൊക്കെ ഒരു പങ്കാളിത്തം നൽകുക. പൊതുവെ അവരെയൊക്കെ നമ്മൾ എന്താണ് പിന്നിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരിക്കലും അത് ചെയ്യാതെ അവർക്കൊരു രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ അവരെ മുന്നോട്ട് മാക്സിമം കൊണ്ടുവരിക എന്ന് ചെയ്യുമ്പോൾ അതിലൊരു എന്താ പറയാ, നമുക്ക് ജസ്റ്റിസ് നേടാൻ അച്ചീവ് ചെയ്യാനുള്ള ഒരു മാർഗമാണ്, ഒരു സ്ട്രാറ്റജിയാണ്. മറ്റൊന്ന് മറ്റൊരു സ്ട്രാറ്റജിയാണ് മാന്യതയും സമത്വവും ഉറപ്പാക്കുക എന്നുള്ളത്. നമ്മൾ എല്ലാവർക്കും ഒരു റെസ്പെക്ട് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഈക്വലായിട്ട് റെസ്പെക്ട് കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കുക. ഇനി മറ്റൊന്ന് റെപ്രസെന്റേഷൻ, അതായത് നമ്മൾ പഴയ കുറെ അനീതികൾ നടന്നിട്ടുണ്ടാവും അല്ലെ, മുന്നേ ഒക്കെ നമ്മൾ ഹിസ്റ്റോറിക്കൽ പരമായിട്ട് നോക്കി ഒരുപാട് അനീതികളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അതിനൊരു പരിഹാരം, പാസ്റ്റ് ഇൻജസ്റ്റിസ് ഒക്കെ മറിച്ച് മീൻസ് അതിനൊരു പരിഹാരമായി, മറക്കുകയല്ല പരിഹാരം കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പുതിയ പദ്ധതികളൊക്കെ അത് കറക്റ്റായിട്ട് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് പോവുക. ഇനി മറ്റൊന്ന് നമ്മുടെ അവകാശങ്ങളും ഒക്കെ നമ്മൾ തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റണം. അതായത് നമ്മുടെ ഇപ്പം കൾച്ചർ ബേസ്ഡ് ആണെങ്കിലും ഇപ്പം പല കാര്യങ്ങളുണ്ടാവും, നമ്മുടെ റൈറ്റ്സ് അതൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കാൻ നമ്മൾക്ക് ഒരു പ്രാപ്തരാക്കുക. അതൊക്കെ നമ്മളുടെ സോഷ്യൽ ജസ്റ്റിസിന്റെ ഒരു അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജീസ് ആണ് ഇതെല്ലാം. അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻസ് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു യൂണിറ്റ് ഫുള്ളി ഞാനൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ റിസർവേഷൻ കാര്യങ്ങൾ, റിസർവേഷൻ അതായത് ഇന്ത്യയിലെ റിസർവേഷൻസ് അതിന്റെ കാര്യങ്ങളൊന്ന് ഓർക്കുക. പിന്നെ നമ്മളെ എന്താ പറയുക ദളിത് ആൾക്കാരെ നേരിടുന്ന ആ പ്രശ്നങ്ങൾ പറഞ്ഞു, നമ്മളുടെ സ്ട്രാറ്റജീസ് എങ്ങനെ നല്ലൊരു സോഷ്യൽ ജസ്റ്റിസ് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ, നമ്മുടെ പിന്നെ പ്രധാനപ്പെട്ട ചില മറ്റ് എന്താ പറയാ
പോളിസീസിനെ പറ്റി പറഞ്ഞിരുന്നു, ഒരു കേസ് സ്റ്റഡീസ് നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു വളരെ ചെറിയൊരു യൂണിറ്റ് ആണ് ബ്ലോക്ക് 2-ലെ. അപ്പൊ ഇത്രയുമാണ് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ഒരു യൂണിറ്റിൽ വരുന്നത്. ഇനി നമുക്ക് വരുന്ന യൂണിറ്റുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എടുക്കും. കാരണം നമുക്ക് എക്സാംസിന്റെ ഡേറ്റ് വന്നതുകൊണ്ടും നമുക്ക് പരിമിതമായ സമയം മാത്രം ഉള്ളതുകൊണ്ടും. അപ്പൊ ഇനി നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ട് ഇപ്പൊ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് നമ്മളുടെ പ്രധാനപ്പെട്ട 2 ഓപ്പൺ കോഴ്സുകളാണ്. അപ്പൊ അതിലല്ലാതെ ഒരുപാട് കോഴ്സുകൾ നിങ്ങൾ പഠിക്കുന്നതിൽ തന്നെ ഒരുപാട് കോഴ്സുകളിൽ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും. നമുക്ക് സമയപരിമിതി ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് അത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാവുന്ന രീതിയിൽ നമ്മളൊരു ക്ലാസ് അത് സംഘടിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റിക്വസ്റ്റ് വരുന്ന ഒരു സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കത് പരിഗണിച്ചിട്ട് നമുക്ക് എക്സാമിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കമന്റുകളിലൂടെ അറിയിച്ചാലേ നമുക്ക് അതിലേക്ക് എത്തുകയുള്ളൂ, നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾ കാണുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും കാണാം. എക്സാമിന് എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ മറ്റു ക്ലാസ്സുകളിലൂടെ നമുക്ക് കാണാം. മറ്റൊരു പുതിയ വീഡിയോ കാണുന്നവരെ നന്ദി.